ഒരു റൂമിൽ ലൈറ്റ് ഉണ്ടെങ്കിലും ചില ഭാഗങ്ങൾ ഡാർക്കായി തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് നേരിട്ടടിക്കുന്നത് പോലെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇതിന് കാരണം ബീം ആംഗിളാണ്. നമസ്കാരം, ഞാൻ NC സാജു, ഇലക്ട്രോ ട്രേഡർ, ദുബായ്. ഈ ബീം ആംഗിൾ എന്നത് ഒരു ലൈറ്റ് എത്ര വൈഡായിട്ട് സ്പ്രെഡ് ആകും എന്നുള്ളതാണ്. ബീം ആംഗിൾ കുറവായാൽ ലൈറ്റ് കൂടുതൽ ഫോക്കസ്ഡ് ആവും. അതേസമയം ബീം ആംഗിൾ കൂടുതലായാൽ ലൈറ്റ് കൂടുതൽ സ്പ്രെഡ് ആവും. ഉദാഹരണത്തിന് സ്പോട്ട് ലൈറ്റിൽ നേരോ ബീം ആംഗിൾ ആണ്, അതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിരിക്കും. നേരോ ബീം എന്നാൽ ഫോക്കസ്ഡ് ലൈറ്റ് ആണ്. അതേസമയം വൈഡ് ബീം വൈഡർ ലൈറ്റ് സ്പ്രെഡ് ആണ്. വീടുകൾ, ഓഫീസ്, ഷോറൂം പോലുള്ള സ്ഥലങ്ങളിൽ വൈഡ് ബീം ആംഗിൾ ഉപയോഗിച്ചാൽ ലൈറ്റ് കൂടുതൽ സ്പ്രെഡ് ആവും. അതുകൊണ്ട് ഈ ലൈറ്റിംഗ് തിരഞ്ഞെടുക്കുമ്പോൾ വാട്ടേജും ബ്രൈറ്റ്നസ്സും ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ ബീം ആംഗിളും ശ്രദ്ധിക്കണം. കാരണം നല്ല ലൈറ്റിംഗ് എന്നത് വെളിച്ചം ശരിയായ സ്ഥലത്ത് ശരിയായി എത്തുന്നതാണ്. താങ്ക് യു.